നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 38 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മണിരത്നവും ഉലക നായകൻ കമലഹാസനും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് തഗ് ലൈഫ്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങി. ഏതാണ്ട് 18 മണിക്കൂർ കൊണ്ട് 13 മില്യൺ വ്യൂവേഴ്സാണ് ഈ ഒരു ട്രെയിലറിന് ലഭിച്ചിരിക്കുന്നത്. വലിയൊരു സ്വീകാര്യത തന്നെയാണ്. എനിക്കൊന്ന് ഇന്ത്യൻ എന്ന സിനിമയ്ക്ക് ശേഷം, ഇന്ത്യൻ സിനിമ ഫ്ലോപ്പ് ആയിരുന്നു, ആ സിനിമയ്ക്ക് ശേഷം വീണ്ടും തിയേറ്ററിൽ എത്താൻ പോകുന്ന ഒരു സിനിമ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിനകത്ത് ചിലംബരശൻ, അതായത് നമ്മുടെ ചിമ്പു വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ എത്തുന്നുണ്ട്. ആ ഒരു റോളിൽ ആദ്യം പരിഗണിച്ചിരുന്നത് നമ്മുടെ DQനെ ആയിരുന്നു. ദുൽഖർ സൽമാൻ പിന്നീട് എന്തോ കാരണം കൊണ്ട് അതിൽ നിന്ന് പിന്മാറി. പക്ഷെ അതൊരു വലിയൊരു നഷ്ടമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇന്നലെ ഞാൻ ഈ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എനിക്കത് റിയാക്ഷൻ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടുള്ള ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. അതായത് നമുക്ക് ട്രെയിലർ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിലർ ഒന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് സിനിമയുടെ വിശേഷത്തിലേക്ക് വരാം. நீ என் உயிரை காப்பாத்துறவன், யமங்கிட்ட இருந்து என்ன மீட்டு எடுத்தவன். உன் தலை எழுத்தையும் என் தலை எழுத்தையும் ஒன்னா எழுதி வச்சுட்டான். இனிமே நீயும் நானும் ஒண்ணு, கடைசி வரைக்கும். കമൽഹാസൻ പ്രസൻസ് ചിമ്പു. நான் 8 அடி பாஞ்சா நீ 18. 16. சரி கணக்கு புள்ள. உள்ள இருந்து நான் பாத்துக்கிட்டு இருப்பேன், வெளியே அமரம் பாத்துக்குவான். அமரம் தான் எல்லாத்தையும் பார்த்து பண்ணா நான் என்ன இதுக்கா? எனக்கு எதுவும் சரியா படல, நீங்க இப்ப போக வேண்டாம். மேடம், I am your only Adam. பவர் நம்ம வீடு தேடி வராது, நாம தான் கையில் எடுத்துக்கணும். இனிமே இங்க நான் தான் ரங்கராய சக்திவேல். இது எவனுக்கும் எனக்கும் நடக்கிற கதை. நீயா நானா? ജൂൺ 5 സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്തുകയാണ്. 2 മിനിറ്റുള്ള ട്രെയിലറാണ്. പൊളിച്ച് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇത് ദുൽഖറിന് ഒരു തീരാ നഷ്ടം തന്നെ. കാരണം ഇതിനകത്ത് ചിലംബരശൻ്റെ റോള് ചെയ്യാനിരുന്നത് ദുൽഖർ സൽമാനായിരുന്നു. പിന്നെ നമ്മുടെ ജോജുവിൻ്റെ കാര്യം ഇനി പറയണ്ടല്ലോ അല്ലേ, കാരണം ജോജു നല്ല മാസ് സംഭവമായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. സിനിമയിൽ നമ്മുടെ കമൽഹാസൻ എത്തുന്ന ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ റോളിലാണ്. കമൽഹാസൻ എടുത്തു വളർത്തുന്ന ഒരു മകനാണ് ഇതിനകത്ത് ചിലംബരശൻ. പിന്നീട് ഇവർ തമ്മിലുള്ള ആ ഒരു വൈരാഗ്യം ഒക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും ഇത് തൂക്കി അടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പടം വേറെ ലെവലായിരിക്കും. AR റഹ്മാൻ്റെ മ്യൂസിക്, അതുപോലെ തന്നെ നമ്മുടെ മണിരത്നത്തിൻ്റെ ആ ഓരോ ഫ്രെയിംസും കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക സുഖമാണ്. പിന്നെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കമൽഹാസൻ്റെ ഒരു അപ്പിയറൻസ്, മൊത്തത്തിൽ സിനിമ തൂഫാനാക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഉലക നായകൻ കമൽഹാസനും ചിമ്പുവും തമ്മിലുള്ള പോരാട്ടം കാണാൻ നമ്മൾ ജൂൺ 5 വരെ കാത്തിരിക്കണം. ട്രെയിലർ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ട്രെയിലർ കട്ടും അതിൻ്റെ മേക്കിങ്ങും എല്ലാം പൊളി പൊളി പൊളി. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ജൂൺ 5 സിനിമ കണ്ടിട്ട് സിനിമയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും. അപ്പം നമ്മുടെ ദുൽഖർ സൽമാന് വലിയൊരു നഷ്ടം തന്നെയാണ് ഈ സിനിമയിൽ നിന്നും ദുൽഖർ ക്വിറ്റ് ചെയ്തതെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. അപ്പോൾ അതേ അഭിപ്രായമാണ് നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും